ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. അശ്വാരൂഢ പുഷ്പാഞ്ജലി. അശ്വാരൂഢം, അശ്വം എന്ന് പറഞ്ഞാൽ കുതിര. കുതിരയുടെ വേഗത്തിൽ, കുതിരയുടെ സ്പീഡിൽ, വേഗത്തിൽ ശീഘ്ര ഫലം നൽകുന്ന, അശ്വം എന്ന് വെച്ചാൽ കുതിര, കുതിരയുടെ വേഗത്തിൽ ശീഘ്രഫലം നൽകുന്ന പുഷ്പാഞ്ജലിയാണ് അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലി. ദേവീക്ഷേത്രത്തിലാണ് ഇത് പ്രാധാന്യം കൽപ്പിക്കുന്നത്. വെളുത്ത പുഷ്പങ്ങളാൽ, അശ്വാരൂഢ മന്ത്രത്താൽ, ശ്രീപരമേശ്വരി മന്ത്രത്താൽ നടത്തപ്പെടുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലി. ആം ഹ്രീം ക്രോം ഏഹി ഏഹി പരമേശ്വരി സ്വാഹ എന്ന മന്ത്രത്താൽ ചെല്ലുന്ന പുഷ്പാഞ്ജലിയാണ്, അർച്ചിക്കുന്ന, വെളുത്ത പുഷ്പങ്ങളാൽ അർച്ചിച്ച് ചെയ്യുന്ന പുഷ്പാഞ്ജലിയാണ്. അതുപോലെ പാർവതീദേവി സങ്കല്പമായ മുക്കൂറ്റി തേരിൽ മുക്കി ഗണപതി ഹോമത്തിൽ അശ്വാരൂഢ മന്ത്രത്താൽ ഹോമിച്ചാൽ ശീഘ്രഫലം, ഉദ്ദിഷ്ടകാര്യത്തിന് ശീഘ്രഫലമുണ്ടാകും. അതുപോലെ തന്നെ മുക്കൂറ്റി കൊണ്ട് പുഷ്പാഞ്ജലി നടത്തിയാലും ദേവീക്ഷേത്രത്തിൽ, ദുർഗാക്ഷേത്രത്തിലും കാളീക്ഷേത്രത്തിലും എല്ലാം നടത്താൻ പറ്റുന്നതാണ് അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലി. ഇത് മുക്കൂറ്റി കൊണ്ടുകൊടുത്ത് അർച്ചിച്ച് ചെയ്യണം. 36 എണ്ണമെങ്കിലും കുറഞ്ഞത് വേണം. പാർവതീദേവിയുടെ സങ്കല്പമാണ് ദശപുഷ്പങ്ങളിൽ മുക്കുറ്റി. മഞ്ഞപ്പൂവോടുകൂടിയ മുക്കുറ്റി, വേര് അറുത്ത് കളയാതെ, അതിൻ്റെ വേരിനാണ് പ്രാമുഖ്യം. അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി, വെള്ളിമുടി, സീതാദേവിയുടെ വെള്ളിമുടിയാണത്. ആ വേരോടുകൂടി വേണം മാലയായാലും ഗണപതിക്ക് കെട്ടിയിടാൻ. ആ വേരോടുകൂടി അത് അർച്ചിക്കണം. നല്ല രീതിയിൽ കഴുകിയെടുത്ത് വെള്ളി വേരോടുകൂടി കൊണ്ടുകൊടുത്ത് അത് അർച്ചിക്കണം. വേര് വെട്ടിക്കളഞ്ഞിട്ട് കൊണ്ടു ചെല്ലരുത്. അത് സത്ഫലം കിട്ടുകയില്ല. വേരാണ് മുഖ്യം. അതുകൊണ്ട് വെളുത്ത പുഷ്പങ്ങളാൽ ദേവീക്ഷേത്രങ്ങളിൽ കൊണ്ടുകൊടുത്ത് അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലി നടത്തണം. വെറ്റിയും പാക്കും ദേവിക്ക് സമർപ്പിക്കണം. അടയ്ക്ക കൊടുക്കണം. വെറ്റയും അടയ്ക്കയും ദേവീ സങ്കല്പത്തിൽ അവിടെ ഒരു ദൂഷണലയിൽ വെച്ച് വെളുത്ത പുഷ്പങ്ങളാൽ മുക്കൂറ്റിയാൽ അർച്ചിച്ച് ചെയ്യുന്നതാണിത്. ശീഘ്രഫലമാണ്. ഒരു വെള്ളിയാഴ്ച തുടങ്ങി 12 ദിവസം അടുപ്പിച്ച് ചെയ്താൽ ഏറ്റവും ഉത്തമമാണ്. അതിവേഗ ഫലം ഉറപ്പാണ്. അങ്ങനെയുള്ള ശീഘ്ര ഫലം നൽകുന്ന അശ്വാരൂഢം, കുതിരയുടെ സ്പീഡിൽ വേഗത്തിൽ ഫലം കിട്ടുന്ന ഒന്നാണ് അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലി. 8 തവണ ഗണപതി ഹോമം ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ആഴ്ചയിൽ 1 മുതൽ 1 വീതം 8 വെള്ളിയാഴ്ച നടത്തുന്നതും ഫലവത്താണ്. എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും മാറാനും ഉദ്ദിഷ്ട കാര്യലാഭത്തിനും ഇത് ഉതകുന്നതാണ്. ദേവി പ്രസാദവും ഗണപതി ഭഗവാന്റെ പ്രസാദവും കിട്ടുന്ന ഒന്നാണ് അശ്വാരൂഢ മന്ത്രത്താൽ മുക്കുറ്റി ഗണപതി ഹോമത്തിൻ്റെ കൂട്ടത്തിൽ നെയ്യിലോ തേനിലോ മുക്കി ഹോമിച്ച് നടത്തുന്നത്. ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.